നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഈ ചേട്ടൻ ഈ ഭാര്യ ഭർത്താക്കന്മാരാണ് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോയിലാണ് ഇത്രയും പ്രകോപനം. അപ്പോഴെങ്കിലും അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് അറിഞ്ഞതിന് ശേഷമെങ്കിലും മതിയാക്കണം. സോറി, തെറ്റ് പറ്റിയതാണ്, ഇവിടെ ഇതുപോലെയൊക്കെ നടക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയാമല്ലോ. തെറ്റ് പറ്റിയാൽ സോറി പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറയുന്നില്ല, കണ്ടു, എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. അത്രയ്ക്ക് മര്യാദകേടായിട്ടുള്ള സീൻ അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് വീഡിയോ എടുക്കുകയോ അത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും വേണം. അങ്ങനെയുള്ള അനാചാരങ്ങളൊന്നും അവിടെയൊന്നും വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല ഒരു സമൂഹത്തിലും. മനസ്സിലായില്ല? അപ്പോൾ തന്നെ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തില്ല? വീഡിയോ എടുത്തതിന് ശേഷം തെളിവ് വേണം. അല്ലാതെ വഴിയെ കൂടി പോണവർ ഇന്നതുപോലെ ചെയ്തെന്നും പറഞ്ഞ് പോലീസിനെ വിളിച്ചിട്ട് കാര്യമില്ല. വ്യക്തമായ തെളിവ് വേണം. ഫോണില്ലാത്തവരായിട്ട് ആരാ ഉള്ളത്? പ്രത്യേകിച്ച് ആ കുട്ടിയുടെ കയ്യിൽ ഫോണല്ലേ ഇരിക്കുന്നത്. ആദ്യം തന്നെ ഇങ്ങോട്ട് വരുന്ന വഴി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ ഫോണിലൊന്ന് റെക്കോർഡായിട്ട് എടുക്കാമായിരുന്നു. ഇതിപ്പോൾ ആ ചേട്ടൻ വീഡിയോ എടുത്തു, പബ്ലിക്കാക്കി. അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുള്ള സ്ഥലമാണിത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് പരിചയമില്ലാത്ത ഒരു കാറ്, പരിചയമില്ലാത്ത ആൾക്കാർ, ഞാൻ കയറി ചോദിച്ചു എന്തിനാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു വീടിന്റെ മുൻവശമായതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു. എനിക്കത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തിനാണ് ഞാൻ തെറ്റ് ചെയ്ത് എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിച്ചതാ, ഞാനൊരു കാര്യം ചോദിച്ചു, എന്തിനാണ് വീടിന്റെ വഴിയിൽ മുന്നിൽ കൊണ്ട് ഇട്ടിട്ട് ഇതിനകത്ത് എന്തോ കാണിക്കുന്നത്? അത് കാണിക്കാൻ കൊള്ളാത്തത് ഒരു വീടിന്റെ മുൻവശത്തല്ല കൊണ്ടിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടിട്ടാണ് ചോദിച്ചത്. അവരുടെ പ്രൈവസി ആണെങ്കിൽ അത് വേറെ അടുത്ത് വേണം പോവാൻ. ഒരു വീടിന്റെ മുൻവശത്തല്ല കൊണ്ടിട്ട് കാണിക്കേണ്ടത്. പരാതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഇതുപോലെ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ സൈബർ സ്റ്റേഷനിൽ ചെന്നു. അവര് പറഞ്ഞത് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ ആദ്യം ഈ ആളോട് പറയുന്നുണ്ട്. അപ്പൊ ആള് പറയുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആദ്യം പറഞ്ഞതൊക്കെ. ആ ഒരു ഇതും എന്തായാലും മാറത്തില്ല. അപ്പം സത്യാവസ്ഥ എന്തുവാണെന്നുള്ളത് നാട്ടുകാരെ അറിയിക്കണം. ഞാൻ എങ്ങനെയാണ് ചോദിച്ചതെന്നുള്ളതും ഞാൻ കണ്ടത് മോശകരമായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടിട്ടുമാണ് ഞാൻ കയറി ചോദിച്ചത്. ഇപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത നേരത്ത് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക്, ഇങ്ങനെ ഒരാളുടെ മാനനഷ്ടം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വിഷയത്തിലാണ് കയറി ഇടപെടുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെക്കാനുള്ള ഒരു അത്രയും പോലെയുള്ള ഒരു ഇതില്ലാത്തവർ ഇതിലൊന്നും ചെന്ന് ചാടി കൊടുക്കരുത്. പണി പാടുന്ന വഴി അറിയത്തില്ല. അവർ ഒരു ഭാര്യയും ഭർത്താവുമാണ്. അവർക്കും മാനനഷ്ടത്തിന് ഇത് കംപ്ലൈൻറ്റ് ഇടാൻ വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഈ വീഡിയോ എടുക്കാതെ പുറത്തുനിന്നുള്ള വേറെ ആരെങ്കിലും ഇത് വഴിയെ പോകുന്ന ആരെങ്കിലും വീഡിയോ എടുത്ത് പബ്ലിക്കാക്കി എന്ത് ചെയ്യും? അപ്പോഴത്തേനും പ്രശ്നം തന്നെ. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവിനും പ്രശ്നം തന്നെ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പക്ഷേ അവർ രണ്ടുപേരും കാണിച്ചിരിക്കില്ല. ഈ ചെറുക്കനെ മാത്രമായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഫാമിലിയിലുള്ളവർ കാണുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നില്ല, ഇവൻ ആരുടെയോ കൂടെ കറങ്ങാൻ പോയെന്ന്, അങ്ങനെയൊക്കെ പലതും പറഞ്ഞുണ്ടാക്കാം. സമൂഹത്തിൽ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ സേഫ്റ്റിക്ക് അയാൾ വീഡിയോ എടുത്തു. അത് നല്ല കാര്യമെന്നേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും. ഇപ്പം നമ്മളെവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റും കൊണ്ടല്ലല്ലോ മാരീഡ് ആണെന്ന് പറയും. ഓക്കെ, അതുപോലെ അത്രയ്ക്കും മോശമായിട്ടുള്ളത് വീണ്ടും നിങ്ങൾ പറഞ്ഞിട്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അവിടെ തന്നെ പാർക്ക് ചെയ്തുകൊണ്ട് വീണ്ടും വൃത്തികേട് ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതെല്ലാം വീഡിയോ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. പോലീസ് വരട്ടെ, പോലീസ് തീരുമാനമായിക്കോളും. നീതി നടപ്പാക്കാനാണ് നിയമവും പോലീസും ഒക്കെ ഉള്ളത്. അങ്ങനെ ഇടപെടണം. ഇനി ആ നാടിനെയും പരിസരത്തെയും കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് ഇതാണ്. ഇത് നമ്മുടെ പോലീസും നിയമപാലകരും ഒക്കെ ഒന്ന് മുൻകൈ എടുത്ത് തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. വിളിക്കുന്നത് കാരണം ഞങ്ങൾക്കും പെൺകുട്ടികളുള്ളതാണ്. ഇപ്പൊ ഞങ്ങളുടെ കുട്ടികൾ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന തലമുറയാണ്. അവർക്ക് തെറ്റ് കണ്ടാൽ അവർക്ക് അറിയാം. കൊച്ചു കുട്ടികൾക്ക് വരെ തെറ്റ് കണ്ട് തിരിച്ചറിയാവുന്ന കുട്ടികളാണുള്ളത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് എന്ത് സെക്ഷൽ ആക്ടിവിറ്റീസും മദ്യവും എല്ലാം ഉള്ള ഏരിയ ആണ്. അപ്പോൾ സെക്ഷൽ ആക്ടിവിറ്റികൾ നടക്കുന്ന ഒരു ഏരിയ ആണെന്നാണ് ഈ ചേച്ചി പറയുന്നത്. നാട്ടുകാരിയാണ്. അപ്പോൾ അവർക്കും പെൺകുട്ടികളുള്ളതാണ്. എന്തുകൊണ്ട് നിങ്ങളിത് പരാതിപ്പെടുന്നില്ല? നമ്മുടെ നാട്ടിൽ ഇതുപോലെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ CCTV വയ്ക്കുക, അല്ലെങ്കിൽ ചെക്കിങ്ങിന് ആൾ വരിക. പോലീസിൽ എന്തുകൊണ്ട് പരാതിപ്പെടുന്നില്ല? അതോ പരാതിപ്പെട്ടിട്ട് പോലീസ് ഇടപെടാത്തതാണ്? അത് പോലീസുകാർ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ പോലീസുകാർ തന്നെ ഇത് മുൻകൈ എടുത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അവിടെ മൊത്തം സെക്ഷലായിട്ടുള്ള വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് നടക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. സ്ഥിരമായിട്ട് നടക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്, നാട്ടുകാർ. അയാളുടെ ഭാര്യയാണെന്നറിയാൻ അവൾ അറിയുന്നുണ്ടോ? അതിപ്പോ കാറിന് മണ്ടല്ലല്ലോ സിന്ദൂരം ഇട്ടേക്കുന്ന അവൾ ഭാര്യയാണെന്നറിയാൻ അവൻ പറയണമായിരുന്നു എന്റെ ഭാര്യ.
ആളതിൽ പറഞ്ഞിട്ടുണ്ട് ഭാര്യയാണ് എന്ന് പറഞ്ഞതിന് ശേഷവും ആ പെൺകുട്ടി വളരെ ഷൗട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഓക്കെ ശരി, നിങ്ങളിങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഇതായതുകൊണ്ട് ഇതിവിടെ സ്ഥിരം നടക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിച്ചതാണ്, അതുകൊണ്ട് സോറി എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നേനെ. വീണ്ടും ഷൗട്ട് ചെയ്ത് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് അതാണ് ഇതാണെന്ന് പറഞ്ഞ് അവരുടെ മാനനഷ്ടം, നിങ്ങൾ ചോദിച്ച് അവർക്ക് മാനനഷ്ടം ഉണ്ടാക്കി കൊടുത്തതും പോരാ, വീണ്ടും ഷൗട്ട് ചെയ്യായിരുന്നു. ഭാര്യയാണ് എന്ന് പറഞ്ഞതിന് ശേഷവും ഷൗട്ട് നിർത്തിയിട്ടില്ല. അത് ആ വീഡിയോയിൽ തന്നെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ വീടിന്റെ സൈഡിൽ നിന്ന് മാറി എന്തും ചെയ്യാലോ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിന്ന് ഇതൊക്കെ അവിടെ ആ നാട്ടിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നിലപാടുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ സ്ഥിരമായിട്ട് കാറ് നിർത്തലും ഇതുപോലുള്ള സെക്ഷലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അരങ്ങേറുന്നത് കേട്ടോ. അല്ലാതെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിന്നും ഇങ്ങനെയൊരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല. അത് ചെയ്യാനായിട്ട് അതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം. അല്ലാതെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിന്നതൊക്കെ ചെയ്യാമല്ലോ എന്ന് പറയുകയില്ല. വീടിനടുത്ത് കിടന്ന് ഉരുണ്ടിട്ട് ഒരു കാര്യമില്ല. മാപ്പ് പറയണം, ആളോട് മാപ്പ് പറയണം. നിങ്ങളെ തെറ്റിദ്ധരിച്ച് പോയതിന് ആളോട് മാപ്പ് പറഞ്ഞാൽ ഒരു പക്ഷേ അയാൾ ചിലപ്പോൾ വീഡിയോ ഡിലീറ്റ് ആക്കിയേക്കാം, അങ്ങനെ പറയണം. അല്ലാതെ വീണ്ടും അയാളെ ക്രോസ് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് അവർ നിയമപരമായിട്ട് തന്നെ പോകും. കൊച്ചിനെ നാണം കെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ചെയ്തേക്കുന്നത്. കാരണം അന്ന് വീഡിയോ പബ്ലിക്കായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ആ കൊച്ചുമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് 2 ദിവസം ഇരുന്ന് ആലോചിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താ? ഈ ഒരു പ്രശ്നം ഇയാൾ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ അപ്ലോഡ് ചെയ്തത്. ഇവിടെ 5 വർഷം കഴിഞ്ഞിട്ടുള്ള കേസുകൾ വരെ പോകുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന പല കേസുകളും ഉണ്ട്. ഇത് 2 ദിവസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ആ വീഡിയോ മാറിയിട്ടില്ലല്ലോ. 2 ദിവസം കൊണ്ട് അതിൻ്റെ അകത്ത് എഡിറ്റിംഗ് ഒന്നും നടത്തിയിട്ടില്ല. നടന്ന കാര്യമല്ലേ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്കും അതുപോലെ വീഡിയോ എടുക്കാമായിരുന്നല്ലോ. അത് ആലോചിച്ച് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതങ്ങനെ ആലോചിക്കാതെ അങ്ങോട്ട് എടുത്തു ചാടി ചെയ്യേണ്ട കാര്യങ്ങളല്ല. വളരെ ശ്രദ്ധയോടെ ഇതിൻ്റെ ലീഗൽ വശങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാപ്പ് പറയുക, സോറി പറയുക. നിങ്ങൾക്ക് തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാണ്, സോറി. ഇപ്പം ഞാൻ ഒരാളെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ ഷൗട്ട് ചെയ്തു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി നിൽക്കുന്ന സമയത്ത് എനിക്ക് അപ്പം തന്നെ എനിക്ക് പറയാമല്ലോ, എനിക്ക് തെറ്റ് പറ്റിയതാണ്. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നതുകൊണ്ട് നിങ്ങൾ വന്ന് ഇതുപോലെ പാർക്ക് ചെയ്തപ്പോൾ എനിക്ക് തെറ്റ് പറ്റി, സോറി, ഇങ്ങനൊരു വാക്ക് പറയാമല്ലോ. അപ്പോൾ ഒരു മാനനഷ്ടം ഉണ്ടാകത്തില്ല പെൺകുട്ടിക്ക്. മനസ്സിലായില്ലേ? വീണ്ടും ഷൗട്ട് ഔട്ട് ചെയ്ത് വലിയ ആളാവാൻ നോക്കരുത്. വരുമ്പോഴത്തെ ഈ വഴി മൊത്തം മോശമാ. ഈ കാറ് അകത്തും ആള് കാണും, നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ഇത് കാണാത്ത ഭാഗത്തിൽ കൂടെ ഞാൻ അങ്ങ് പോകും എന്നും. അതെ, കാണാത്ത ഭാഗത്തു കൂടി നിങ്ങൾ എന്നും പോകുന്നത് കൊണ്ട് തന്നെയാണ്. എങ്കിൽ പിന്നെ ഇതെന്താ കാണാത്ത ഭാഗത്തു കൂടി പോയില്ലേ? ഇവർ ഭാര്യയും ഭർത്താവുമാണ് കാറിലിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതങ്ങനെ കാണാത്ത ഭാഗത്തു കൂടി അങ്ങ് പോയാൽ പോരായിരുന്നു? തെറ്റായത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് പോലീസിനെ അറിയിക്കുക, അതിന് നടപടി എടുക്കുകയോ വേണം. അല്ലാതെ വിട്ടുകൊടുക്കുമ്പോഴാണ് അവിടെ അത് കൂടുന്നത്, അതിക്രമങ്ങൾ കൂടുന്നത്. ഇവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്നും ഈ വൃത്തികേട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്തില്ല? അത് കംപ്ലയിൻറ്റ് ചെയ്യണം. ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ടും ഇത്രയും ഷൗട്ട് ഔട്ട് ചെയ്യാൻ പിന്നെ എന്തിനു ധൈര്യം കാണിച്ചു? അവർ അവിടെ ഭാര്യ ഭർത്താക്കന്മാരാണ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി മടിയിൽ തലവെച്ച് കിടന്നതാണ് എന്ന് പറഞ്ഞിട്ടും കൂടി വീണ്ടും എന്തിനു ഷൗട്ട് ചെയ്തു? തെറ്റിദ്ധരിച്ചതാണ്, സോറി പറയാനുള്ള മനസ്സ് എന്തുകൊണ്ട് ആ പെൺകുട്ടി കാണിച്ചില്ല അവിടെ? അടച്ചിട്ട് വരുമ്പോൾ 7-7:30 മണിയാവും. ഈ കട SKV സ്കൂളിന്റെ അപ്പുറത്താണ് കട. അത് അടച്ചിട്ട് വരുമ്പോഴത്തേക്ക് 7-7:30 മണിക്ക് വരുമ്പോഴാണ് ഈ രംഗം കാണുന്നത്. ഈ വരി മൊത്തം ഇവിടെ അങ്ങ് വരെ ലൈറ്റ് ഒന്നുമില്ല. അപ്പുറം ഇപ്പുറം ചിലപ്പോൾ കാറ് കാണും. ഇരുവശത്തൂടെ 2 സെക്ഷനായിട്ടാണ് നിൽക്കുന്നത്. ഇത് നമുക്കും കൊച്ചുങ്ങളുണ്ട്, ഇതുപോലെ പെണ്ണുണ്ട്. ഞാൻ എൻ്റെ വീട് ഇതിന്റെ താഴെ തന്നെയാ. നമ്മളും പലപ്പോഴും പറയും, ഞങ്ങൾ വീട്ടിന്റെ താഴെ വന്നിട്ട് നോക്കുമ്പം ലൈറ്റുമായിട്ട് കാറ് വന്ന് കിടക്കും. കുറച്ച് കഴിയുമ്പോൾ ലൈറ്റും ഇല്ല, ഒന്നുമില്ല. അതിനകത്ത് നടക്കുന്ന എന്തുവാന്നുള്ളത് പിന്നെ നമ്മൾ കയറിപ്പോയി കാണാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ദൂരയാത്ര കഴിഞ്ഞിട്ടുള്ളവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നത് സ്വാഭാവികമാണ്. അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കംപ്ലയിൻറ്റ് കൊടുക്കുക തന്നെ വേണം. അല്ലാതെ ഇത്രയും വിഷയമാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇതിനെ. സോറി പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നത്തെ ഇത്രയും ഊതി വീർപ്പിച്ച് കാണിച്ചത്. എന്നിട്ട് കുട്ടിക്ക് മാനനഷ്ടം എന്ന് പറയണ്ട. ഇപ്പോഴാണെങ്കിലും സമയമുണ്ടല്ലോ, സോറി പറയുക. ഇവിടെ ഇതുപോലെ നടക്കുന്നതുകൊണ്ട് നിങ്ങൾ വന്ന് ഇതുപോലെ പാർക്ക് ചെയ്തപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്, സോറി എന്ന് പറയണം. അപ്പോൾ ഒരു മാനനഷ്ടവും ഇല്ല. നമ്മൾ എല്ലാം മനസ്സിലാവും. ആ കുട്ടി എന്താ അങ്ങനെ അത്ര വലിയ അപരാധമല്ലല്ലോ ചെയ്തിരിക്കുന്നത്. ജീവൻ മരണ പോരാട്ടമൊന്നും അല്ലല്ലോ. ഇത് കാര്യം പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമാണ്. ഇതിനെ ഊതി വീർപ്പിച്ച വലിയ ആളായിക്കൊണ്ട് വീണ്ടും ഇരുന്ന് കഴിഞ്ഞാൽ അവരും അത് തരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുക. പോലീസിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ആ സ്ഥലത്ത് ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ അത് അധികാരപ്പെട്ടവരെ അറിയിക്കുക. അതാണ് ചെയ്യേണ്ടത്.